ഒരു കോഴ്സ് എന്താ സക്സസ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞെന്തറിയോ? സീ യുവർ ഗോൾ, അണ്ടർസ്റ്റാൻഡ് ഓബ്സ്റ്റക്കിൾസ്, ക്രിയേറ്റ് എ പോസിറ്റീവ് മെന്റൽ പിക്ചർ. വായിച്ച മനസ്സിലാവും. പിന്നെന്താ? ക്ലിയർ യുവർ മൈൻഡ് ഓഫ് സെൽഫ് ഡൗട്ട്, എംബ്രേസ് ദ ചലഞ്ച്, സ്റ്റേ ഓൺ ട്രാക്ക്, ഷോ ദ വേൾഡ് യു ക്യാൻ ഡു ഇറ്റ്. ഇതാ സക്സസ് എന്ന് അദ്ദേഹം പറഞ്ഞു. സക്സസിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ലക്ഷ്യബോധം, അതായത് ജീവിതത്തിൽ എനിക്ക് ഇന്ന ജോലി ചെയ്യണം എന്ന് ആഗ്രഹമുള്ളതെന്ന് കൈകൊള്ളും. ആത്മാർത്ഥ ആരെ കൈപിടിച്ച് കുടിക്കേണ്ട, ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, ജീവിതത്തിൽ എനിക്ക് ഇന്ന ജോലി ചെയ്യണം, ഇന്ന ഫീൽഡിലേക്ക് പോകണം, ഇന്ന ഫീൽഡിലേക്ക് പോയാൽ കൊള്ളാം എന്ന് ആഗ്രഹമുള്ള പറയുന്നത് കുഴപ്പമുണ്ടോ? ഇല്ല. ശരി, എന്നാ പറഞ്ഞു പറ. ടീച്ചർ ആവണം. യെസ്, ഗുഡ്. BSW, വെരി ഗുഡ്. BMW ആണ്, BSW, ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്ക്. എല്ലാവരും ചോദിക്കാൻ സമയമില്ല. സോഗ്യം, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളിൽ തന്നെ ഇങ്ങനെ ലക്ഷ്യബോധമായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്, ശരിയല്ലേ? സോ ഈ ലക്ഷ്യബോധം ഉണ്ടാക്കിയാൽ പിന്നെ പഠിക്കാൻ നമുക്ക് എന്ത് വേറെ ആരെങ്കിലും നിർബന്ധം വേണോ? വേണ്ട. നമുക്ക് +1 +2 ഒക്കെ ആയിരിക്കുമ്പോൾ എന്താ, ഫഹദ് ഫാസിലും ധോനിയും ഇവരൊക്കെയാണ് ലക്ഷ്യബോധം എത്തിക്കൂ. പക്ഷേ അത് നിങ്ങളുടെ പാഷനാണ്, പ്രൊഫഷൻ അല്ല. എന്ത് പാഷനും പ്രൊഫഷനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയോ? എന്റെ പ്രൊഫഷൻ അസോസിയേറ്റ് പ്രൊഫസറാണ്. പ്രൊഫഷൻ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് ക്യാഷ് കിട്ടുന്നത്. അസോസിയേറ്റ് പ്രൊഫസർ എന്ന് പറയുന്നത് പാഷനുമാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ വരാറുണ്ട്. പാഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. വരുമാനം കിട്ടണമെന്നില്ല, കിട്ടിയാൽ കിട്ടി. പക്ഷെ പ്രൊഫഷൻ അങ്ങനെയല്ല, അതിനകത്ത് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അതാണ് ഈ പാഷനും പ്രൊഫഷനും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ഡാൻസ് എന്റെ പാഷനാണ്, അത് പ്രൊഫഷൻ ആവുന്ന എപ്പോഴാ? മറ്റുള്ളവർക്ക് പഠിപ്പിച്ച് ഞാൻ ഇൻകം നേടുകയാണെങ്കിൽ അത് എന്റെ പാഷനുമായി പ്രൊഫഷനായി. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ആ ജോലി നിങ്ങളുടെ പാഷനുമായിരിക്കണം, പ്രൊഫഷനുമായിരിക്കണം. അതെ. അപ്പൊ നിങ്ങൾ ഒരു ജോലിക്ക് കയറുമ്പോഴ് അത് നിങ്ങളുടെ പാഷനുമായിരിക്കണം, എന്തായിരിക്കണം? പ്രൊഫഷൻ ആയിരിക്കും. എങ്കിലും നിങ്ങൾക്ക് ആ ജോലി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടാൻ പറ്റും. ശരിയാണോ അല്ലേ? ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ, MS ധോനി എന്നൊക്കെ പറയുന്നത് ക്രിക്കറ്റ് ഈസ് ദ പാഷൻ ആൻഡ് ക്രിക്കറ്റ് ഈസ് ദ പ്രൊഫഷൻ. എത്ര കോടികളാണ് കിട്ടുന്നത്. അപ്പൊ അത് പാഷനുമായി പ്രൊഫഷനുമായി. ട്രെയിനിങ് എന്ന് പറയുന്നത് എനിക്ക് എന്റെ പാഷനുമാണ്, ഇപ്പൊ എന്റെ പ്രൊഫഷനുമാണ്. എന്താ കാര്യം? ട്രെയിനിങ് എനിക്ക് ഇഷ്ടമാണ്. ഇതുപോലുള്ള ഇപ്പൊ ഏകദേശം ഇതിൽ നിന്നും കൂടെ കുട്ടിയുടെ ഒരു 40 പോയിട്ടുണ്ട്. ഓൺലൈൻ പിന്നെ